ഈ അടി വെച്ച് നടന്നു പോകുന്നത് ഞാനാണ് കേട്ടോ. അപ്പൊ നിങ്ങള് ചോദിക്കും തവളാനെ പിടിക്കാൻ പോകുന്നതാണോ ചളി വരാൻ പോകുന്നതാണോ എന്നൊക്കെ. ചളി ആവശ്യത്തിന് തലയിലുള്ളത് കാരണം ഇപ്പൊ അവിടെ പോയിട്ട് വരേണ്ട കാര്യം ഇല്ലല്ലോ. അപ്പൊ ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു പാടമാണ്. അപ്പൊ കണ്ടപ്പോ നല്ലൊരു വ്യൂ തോന്നി. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ച് വന്നെന്ന് മാത്രം. ഇപ്പൊ ഈ കൈത്തോടും ഈ ഈ ചെറിയ ചെറിയ പൂക്കളൊക്കെയുള്ള ചെടികളും ഇതൊന്നും ഇപ്പൊ നമ്മുടെ നാട്ടുപുറങ്ങളിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ളൊരു കാഴ്ച കാണുമ്പോ അത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാത്ത തലമുറയെ കാണിച്ചു കൊടുക്കാം. നെല്ലോലകളിൽ ഇങ്ങനെ കാറ്റ് തഴുകി കിടന്നു പോകുന്നു. കണ്ണിനും മനസ്സിനൊക്കെ ഒരുപോലെ കുളിര് നൽകുന്ന കാഴ്ചയാണ്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതിന്റെ കുറെ അപ്പുറത്ത് ഒരാള് വന്നിട്ട് അവിടെ ഇങ്ങനെ വിത്തെറിയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകില്ല. ചിലപ്പോ ഇയാള് തെരുവറിന് ഓടിച്ചാലോ. എന്റെ പാടമല്ല അവരുടെ പാടാ. ഇതില് പോയി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും എന്ന് നോക്കാൻ വേണ്ടിട്ട് പോവാണ്. അവിടെ നീലക്കുറിഞ്ഞി പോലത്തെ ഓരോ ചെടികളുണ്ട്. നീലക്കുറിഞ്ഞിയാണോന്ന് അറിയത്തില്ല. ചിലപ്പോ നാട്ടിൻപുറത്ത് നീലക്കുറിഞ്ഞിയായിരിക്കും. പക്ഷെ സ്ഥലം നമ്മളിവിടെ ആയതുകൊണ്ട് അത് നീലക്കുറിഞ്ഞിയല്ല. പിന്നെ ചെറിയ ചെറിയ തോടുകളുണ്ട് ഇവിടെ. തോട്ടില് ചെറിയ പരൽമീനുണ്ട്. തോട്ടിലെ പരൽമീനുകളെ പിടിച്ചൊരു ബാല്യം ഉണ്ടായിരുന്നു. അതിന് നൊസ്റ്റാൾജിയയില് വെള്ളത്തിലിറങ്ങിയ കാലിൽ നനച്ചു. ഇനി അവിടെ നിന്ന് പതുക്കെ കയറി ഇങ്ങനെ പാടത്തിന്റെ വരമ്പത്തിൽ കൂടെ തന്നെ ഇങ്ങനെ പോവാ. നാട്ടുപിള്ളാണ്ട് കിടക്കുക. കുറച്ച് കഴിയുമ്പോ അവിടെ നിന്ന് തിരിച്ചു വരണം. ആകാശം നല്ല പ്രശാന്ത സുന്ദരമായി കാണപ്പെടുന്നു. അപ്പൊ സൂര്യനൊക്കെ അസ്തമിക്കാറായി ഏറെക്കുറെ. ഒരു വൈകുന്നേര സമയമാണ് കേട്ടോ. നല്ല കാറ്റും നല്ല രസമാണ് അവിടെ ഇങ്ങനെ നിക്കാൻ. ഇതിന് ചുറ്റും വീടുകളും റോഡും ഒക്കെ ഉണ്ട്. പണ്ട് പാടവരമ്പത്തിലൂടെ കുടയുമെടുത്ത് ചെറുമാറു നടന്നൊരു കാലത്തന്നോടി നടന്നൊരു പെണ്ണെ കയ്യിൽ കരി വെള്ളയിട്ട് അങ്ങനെ പാട്ടൊക്കെ പാടി നടക്കുമ്പോഴാണ് ആകാശത്ത് കൂടെ ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ പോകുന്നു. ഈ ഹെലികോപ്റ്റർ എങ്ങോട്ടാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അതിൻ്റെ നേരെ ക്യാമറ തിരിച്ചു. പക്ഷെ അതെനിക്ക് വലിയ മുഖം തന്നില്ല, അങ്ങ് പോയി. ഇനിയിപ്പോൾ ഇവിടെ ഇറക്കിയാൽ ശരിയാവുമല്ലോ, അതുകൊണ്ട് ഞാൻ വിട്ടു. നമ്മളിവിടെ പാടം ഷൂട്ട് ചെയ്യാൻ വന്നതല്ലേ. അപ്പൊ പാടത്തിന്റെ ഷൂട്ടിങ്ങിലേക്ക് ദൂരമലകളും നീലമലകളും പച്ചമലകളും കൈത്തോടുകളും ഒക്കെ നിറഞ്ഞ ശ്യാമസുന്ദര ഭൂമി, വാഴകളും തെങ്ങും. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണാനുള്ളൂ ഇത്രയും ഭംഗിയുള്ള സ്ഥലം. അതുകൊണ്ടാണ് ഞാൻ അത് കാണാൻ വെച്ച് പോയത്. ഒറ്റയ്ക്കാട്ടോ പോയത്. അങ്ങനെ കുറേ സമയം അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് ഇനിയും കുറെ സമയം അവിടെ നിന്ന് കഴിഞ്ഞാൽ വീട്ടിലെ ആൾക്കാർ അന്വേഷിക്കും. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ നിന്ന് തിരിച്ചു പോയി. ഓക്കെ, ബൈ.